50% വിമൻ വോട്ടേഴ്സുള്ള കേരളത്തിലും ഇപ്പോഴും സ്ത്രീകൾക്ക് സ്ഥാനാർത്ഥിത്വത്തിൽ വളരെ പുറകിലാണ്. ലെസ് ദാൻ 10%. ഇനി എന്നാണ് കേരളത്തിൽ അതൊരു 25% ആയിട്ട് ഉയരുക എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ ഒന്നും ലൈഫ് ടൈമിൽ കാണാൻ പറ്റുമോയെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. 25% പോലും ഉണ്ടാവില്ല സ്ത്രീകൾ. 50% വോട്ടേഴ്സ് ഞങ്ങളാണ്. എത്രയൊക്കെ ആണെങ്കിലും ആണുങ്ങൾക്ക് ഉള്ള ഒരു സ്ഥലം മാത്രമായിട്ട് അതിപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. തെന്നിയും തെറിച്ചും കുറച്ച് പേര് എങ്ങനെയോ അതിനകത്ത് പെട്ടു പോകുന്നുണ്ടെന്ന് മാത്രം. അല്ലെങ്കിൽ ആണുങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിവില്ലാത്ത സ്ത്രീകളുള്ള നാടായതുകൊണ്ടാണോ എന്നറിയില്ല. ഇനി അതുമാവാം. ഒരുപക്ഷെ കഴിവുള്ളതായിരുന്നു ഞങ്ങളൊക്കെ എങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകളെങ്കിൽ ചിലപ്പം ഒരു 25% നേടിയെടുക്കാൻ സ്ത്രീകൾക്ക് കഴിയണമായിരുന്നു. ഒരു പാർട്ടിയുടെയും അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും പിന്തുണയില്ലാതെയും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടൊക്കെ എങ്കിലും നിൽക്കാനുള്ള തൻ്റെ ഇടം നമ്മൾക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ആയിരിക്കണം. അത് ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇനി ഒരു വനിതാ മുഖ്യമന്ത്രിയെ കാണുക എന്നുള്ള സ്വപ്നം എന്തോ ഈ ജന്മത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എലക്ഷൻ പൊടിപൂരമാണ്. 70-80 വയസ്സുള്ളവരും എലക്ഷന് നിൽക്കുന്നു. അവർക്കിപ്പോഴും മതിയായിട്ടില്ല. ജോലി ചെയ്യാൻ, ഗവൺമെൻറ്റിൽ ജോലി ചെയ്യാൻ നമുക്ക് 55, 58, 60 എന്നൊക്കെ പറഞ്ഞ് ഏജ് ലിമിറ്റുണ്ട്. പക്ഷേ ആ ഗവൺമെൻറ് ജോലി ചെയ്യുന്നവരെ ഭരിക്കാനിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് 70 ആവാം 80 ആവാം, അവർ കുഴിയിലോട്ട് കാല് നീട്ടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അതാണ് നമ്മുടെ ഇന്ത്യ. എന്ത് ചെയ്യാനാണ്?